സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനു പിന്നാലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം അനുഷ്ഠിച്ച ആശാപ്രവർത്തകരായി എം ബിന്ദു, തങ്കമണിയും ഷീജയും. സർക്കാരിന്റെ ദുർവാശിയാണ് ആശാവർക്കർമാരുടെ സമരം നീളാൻ കാരണമെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. സുനിഷ അയിലൂർ ഇപ്പോൾ സമരവേദിക്ക് മുന്നിൽ നിന്നും. സുനിഷ, ഇപ്പോൾ 3 ആശമാർ നിരാഹാരം തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർ KG താരയാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. രാഷ്ട്രീയ ഭേദമന്യേ സമരത്തിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം എത്തിയിരിക്കുകയാണ്. സുനിഷ, എന്താണ് ഇപ്പോൾ നമുക്ക് സമരപ്പന്തലിൽ നിന്ന് നൽകാവുന്ന വിവരം? 39ാം ദിവസം സമരം. സ്മൃതി, 39ാം ദിവസം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാവർക്കർമാർ കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. 11 മണിയോടുകൂടി നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. ഇനി അങ്ങോട്ട് ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ, സർക്കാരിൻ്റെ അനുഭാവപൂർണ്ണമായ നിലപാട് ലഭിക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ഇതേ രീതിയിൽ സമരം തുടരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 3 ആശാവർക്കർമാരാണ്. 3 പേരാണ് ബിന്ദു, ഷീജ, തങ്കമണി. ഈ 3 പേരാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം കിടക്കുന്നത്. മറ്റ് നിരവധി ആളുകൾ, വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി ആശാവർക്കർമാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. നേരത്തെയും VM സുധീരൻ, യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. KG താരയാണ് ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത്. ആരോഗ്യമന്ത്രി, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടന്നെങ്കിൽ പോലും ഒരു തരത്തിലും ഇവരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായി ഒന്ന് കേൾക്കാൻ പോലും ആരോഗ്യമന്ത്രി തയ്യാറായില്ല. അവഹേളിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ച എന്നതാണ് ഈ ആശാവർക്കർമാർ പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് അതേ സമയം തന്നെ ഡൽഹിയിലേക്ക് പോകുമ്പോഴും ചെറിയ രീതിയിലെങ്കിലും ആശാവർക്കറുടെ വിഷയം, ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ JP നദ്ദയുമായി കണ്ട് സംസാരിക്കാനാകുമെന്നാണ് കരുതിയത്. പക്ഷേ ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്നൊരു ആക്ഷേപം കൂടി ആശാവർക്കർമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. JP നദ്ദയുമായുള്ളൊരു സമയം പോലും കിട്ടിയിട്ടില്ല. പക്ഷേ തിടുക്കം പിടിച്ച് അങ്ങോട്ട് പോയത് ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ്, ക്യൂബയിൽ നിന്ന് വരുന്ന ഒരു ആരോഗ്യ സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് എന്നതാണ് ഇപ്പോൾ ആശാവർക്കർമാർ പറയുന്നത്. പകരം ആശാവർക്കർമാരെയും ജനങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ വിഷയം ചർച്ച ചെയ്യുമെന്നും അവരുടെ ഇൻസെൻറ്റീവ് അടക്കമുള്ള കാര്യങ്ങൾ JP നദ്ദയുമായി ധരിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് എന്നതാണ് ആശാവർക്കർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി ഈ ഒരു പ്രശ്നം, അതായത് ഈ ആരോഗ്യമന്ത്രി ഇതിൽ അനുഭാവപൂർണ്ണമായ നിലപാടെടുക്കും വരെ, സർക്കാർ ഇതിൽ അനുഭാവപൂർവമായ നിലപാടെടുക്കും വരെ സമരം ശക്തിപ്പെടുത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് ആശാവർക്കർമാർ കടന്നിരിക്കുന്നു. നിരവധി ആശാവർക്കർമാർ, നേരത്തെ തൊടുപുഴയിൽ നിന്നുള്ള നിരവധി ആശാവർക്കർമാർ ഇവർക്ക് പൂക്കളും പൂച്ചെണ്ടുകളുമായൊക്കെ തന്നെയും ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി ആശാപ്രവർത്തകർ ഓരോ സമയങ്ങളിലായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള ആളുകളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. ഇനി സമരത്തിന്റെ ചൂട് കൂടുന്നു, കനത്ത ചൂടാണെങ്കിൽ പോലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ.